ബൈബിൾ വെച്ച് നോക്കിയാൽ ഇതാണല്ലോ സത്യം. ബൈബിൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എത്ര ഡേറ്റ് എത്ര? ഇന്ന് 2025 നവംബർ 7. ഇന്നാണ് യേശുക്രിസ്തു വരുന്നതെങ്കിൽ 1000 വർഷത്തെ ഭരണം കഴിയുന്ന ദിവസം എന്നാ? 3025 നവംബർ 7 ലോകം അവസാനിക്കും. അല്ല ഇന്ന് നാളെ ഒന്നും ലോകം അവസാനിക്കും. നാസയും അമേരിക്കയൊക്കെ പറയാം അവിടുന്ന് ഒരു ഗോളം വരുന്നു, ഇവിടുന്ന് ഭൂമി വീണു. ഇതൊന്നും നടക്കത്തില്ല. യേശുക്രിസ്തു വന്ന 1000 വർഷം ഭരിച്ചതിന് ശേഷമേ ലോകം അവസാനിക്കുന്നു. അപ്പോൾ 1000 ആണ്ട് നമ്മൾ ഭൂമിയിൽ കർത്താവിനോട് കൂടെ ജീവിക്കും. അതിനുശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ പറന്നങ്ങോട്ട് പോവാം. എവിടോട്ട്? സ്വർഗത്തിൽ പുത്രൻ്റെയും പിതാവിനോടും കൂടെ ചേർന്ന് പിന്നാണ് എന്താ എറ്റർണൽ ലൈഫ് തുടങ്ങുന്നത്. ഇനി അവസാനമില്ല. നോക്കിയാൽ ഈ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം വിളിക്കുന്നത്. നോക്കാച്ചാൽ ബുദ്ധിമാന്മാർ ഇതിനെ അംഗീകരിക്കും. മനുഷ്യൻ്റെ മാനം വേണ്ടാന്ന് നോക്കും, പാരമ്പര്യം ഉപേക്ഷിക്കും. അങ്ങനെ പത്രോസും പൗലോസും എല്ലാം അവരെല്ലാം പാരമ്പര്യമല്ലായിരുന്നു. അബ്രഹാമിൻ്റെ സന്തതികളല്ലേ. അവരാ വേണ്ടാന്ന് വെച്ചു. അവർ പറഞ്ഞു, മോശയും പറഞ്ഞു എന്താണ്? പ്രതിഫലം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പദവി വേണ്ടെന്ന് വെച്ചു. പ്രതിഫലം എന്തുവാ? അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കഷ്ടം സഹിക്കാതെ ഫറവോനോട് ചേർന്ന് ഇസ്രായേൽ ജനത്തിനെ പീഡിപ്പിച്ചാൽ അടുത്ത ഫറവോനാ, ഈജിപ്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാണ്. പക്ഷെ അവൻ ചത്തുപോകത്തില്ലേ? പിന്നെ അവന് പ്രത്യാശിക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ അവനൊരു തിരഞ്ഞെടുപ്പ് എടുത്തു. ഏതാണ് എനിക്ക് കൂടുതൽ ലാഭം? അപ്പൊ പറഞ്ഞു, ദൈവമക്കളോട് ചേർന്ന് ദൈവത്തിന്റെ ജനത്തോട് കൂടി കഷ്ടം സഹിക്കുന്ന എനിക്ക് ലാഭം. നോക്കിയേ, യേശുക്രിസ്തു മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്ന 2 പേരിൽ ഒരുത്തനാരാ? മോശയല്ലേ. നോക്കിയേ, എന്തെന്തൊക്കെയും ജീവിക്കുന്ന ഒരു ആത്മാവ്. അപ്പം പ്രതിഫലം നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ദൈവജനത്തിനോട് കൂടെ നിൽക്കുന്നതാ ലാഭം. മറ്റേതിപ്പോ ഫറവോനായിട്ട് രാജാവായിട്ട് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി അയാൾ നാണം കെട്ടിറങ്ങി പോകുമ്പോൾ അല്ലേ, ഇന്നേ വെള്ളം എല്ലാ ഇമേജ് തലയും കുമ്മിട്ട് ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും നേടിയോ? ദുഃഖവും അപമാനമല്ല വല്ലതും ഉണ്ടോ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ തേജസ്മേൽ തേജസ് പ്രാപിക്കുക. ഓരോ ദിവസം കഴിയുന്നവർ നമ്മുടെ സന്തോഷം അധികരിക്കുക ആവട്ടെ. അപ്പൊ രക്ഷിക്കപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത് പാപിയാണെന്ന് അംഗീകരിക്കണം. പാപത്തിന്റെ ശമ്പളം മരണവെച്ചാൽ നരകവിധി. ഈ മരണമല്ല, നരകാഗ്നിയാണ്. കർത്താവേ, എനിക്ക് ഈ മരണത്തിന് രക്ഷ, എനിക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. സിമ്പിൾ. ഇന്ന് വേണോ? ഇന്ന് വേണമെങ്കിൽ ഇന്ന് എന്താ ഞാൻ ചെയ്യേണ്ടത്? നീ മാനസാന്തരപ്പെട്. ഞാൻ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു. മറിയയുടെ സന്തതി എന്നല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തിന്റെ പുത്രൻ എന്നാ വിശ്വസിക്കുന്നു. ആട്ടെ, സ്നാനം പറ്റുമോ? ഇപ്പൊ 5 മിനിറ്റ് സ്നാനം പറ്റുമോ? വിശ്വസിച്ച ആ 5 മിനിറ്റകം നിങ്ങളുടെ പേര് മാറുക. പാപിയും ദോഷി എന്നുള്ള 1700 വർഷത്തെ ചരിത്രം മാറി. ഇന്ന് മുതൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ഞാൻ വിശുദ്ധനും ദൈവത്തിന്റെ. ഇത് നമ്മൾ നീട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഇതാണ് രക്ഷിക്കപ്പെടുക എന്നുള്ള പറഞ്ഞതിന്റെ